2022 ജൂൺ മാസത്തിൽ സീറോ മലബാർ സഭയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസറായിരുന്ന ഫാദർ എബ്രാഹാം കാവിൽപുരയിടം പുറത്തിറക്കിയ 632/2022 എന്ന ഒരു പ്രസ്താവനയുണ്ട്. 2024 ഡിസംബറിൽ ആ പ്രസ്താവന ഒന്നുകൂടെ വായിക്കുന്നത് രസകരവും വിജ്ഞാനപ്രദവുമാണ്. കാരണം സീറോ മലബാർ സഭയെ ലത്തീൻ യുഗത്തിൽ തളച്ചിടാനുള്ള ഒരു വിഫല ശ്രമത്തിൻ്റെ നേർക്കാഴ്ച ആണത്. പ്രസ്താവന: സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ അഭിവന്ദ്യന്മാർ ജോർജ് ആലഞ്ചേരി പിതാവിൻ്റെ സ്ഥാനവസ്ത്രങ്ങൾ സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡിൻ്റെ തീരുമാനപ്രകാരം രൂപപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇതനുസരിച്ചുള്ള സ്ഥാനവസ്ത്രങ്ങൾ മാത്രമാണ് അഭിവന്ദ്യ മേജർ ആർച്ച് ബിഷപ്പ് ഉപയോഗിച്ചു വരുന്നതും. എന്നാൽ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ സ്ഥാനവസ്ത്രങ്ങളിൽ പെടാത്ത ചില കൂട്ടിച്ചേർക്കലുകളോടെ പിതാവിൻ്റെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. സിനഡ് അംഗീകരിക്കാത്ത കൂട്ടിച്ചേർക്കലുകളോടെ സഭാതലവൻ്റെ ഫോട്ടോ പ്രചരിപ്പിക്കുന്നത് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിനാൽ ഇത്തരം ചെയ്തികളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടവർ പിന്മാറേണ്ടതാണ്. ഫാദർ എബ്രാഹാം കാവിൽപുരയിടത്തിൽ, പബ്ലിക് റിലേഷൻസ് ഓഫീസർ. ഇത്തരം ചെയ്തികളിൽ നിന്നും പിന്മാറാൻ ആഹ്വാനം ചെയ്ത ഫാദർ എബ്രാഹാം കാവിൽപുരയിടം ഇതേ ആഹ്വാനം മാർപ്പാപ്പയോടും നടത്തുമോ എന്ന് കാത്തിരിക്കുകയാണ് വിശ്വാസി സമൂഹം. കാരണം അന്ന് ഇവർ നഖശിഖാന്തം എതിർത്ത വേഷങ്ങൾ ഇന്ന് മാർപ്പാപ്പ മാർ ജോർജ് കൂവക്കാട്ടിനെ ധരിപ്പിച്ചു. ഒപ്പം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും അന്ന് സീറോ മലബാർ സഭാ സിനഡിൻ്റെ പേര് പറഞ്ഞ് ഉപേക്ഷിപ്പിച്ച വസ്ത്രങ്ങൾ ധരിച്ചു. ഇത് കാലത്തിൻ്റെ കാവ്യനീതി. ഇനിയും സീറോ മലബാർ സഭയെ ലത്തീൻ സഭയുടെ തൊഴുത്തിൽ കെട്ടാൻ ശ്രമിക്കുന്നവർക്കായി ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ്റെ ഒരു സ്നേഹപ്രകരം കൂടിയാണ് ഇത്. നിങ്ങൾ പൗരസ്ത്യ പാരമ്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുക, ലത്തീൻ ക്രമങ്ങൾ ഞങ്ങൾ കാത്തു സൂക്ഷിച്ചോളാം എന്ന് മാർപ്പാപ്പ പറയാതെ പറയുന്നു.